വിവാദങ്ങൾ അടങ്ങാതെ അലടിക്കുമ്പോൾ ഒടുവിൽ രാഹുലിന് സസ്പെൻഷൻ. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ അടുത്തിരിക്കുമ്പോഴാണ് പാർട്ടി നേതൃത്വം സസ്പെൻഷൻ എന്ന തീരുമാനം കൈക്കൊണ്ടത്. ദുരനുഭവം ഉണ്ടായി എന്ന ആരോപണവുമായി നടി റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവർ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നടപടി. അതിനിടെ പല കോണിൽ നിന്നും രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു പൊങ്ങുകയുണ്ടായി. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിച്ച് രാഹുൽ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുകയുണ്ടായി. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അവന്തിക എന്ന ട്രാൻസ് വുമന്റെ ഓഡിയോ ക്ലിപ്പായിരുന്നു ഇത്. തനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണമാണ് ഇന്നലെ രാഹുൽ പുറത്തുവിട്ടത്. രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നതും ഇതിന് മറുപടിയായി തനിക്ക് ഇത്തരത്തിൽ പരാതിയുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നും തനിക്ക് പരാതിയില്ലെന്നും അവന്തിക മറുപടി നൽകുന്നതും ഓഡിയോയിൽ കേൾക്കാം. ആഗസ്റ്റ് 1 ഈ ഫോൺ കോൾ വന്നിരിക്കുന്നതെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം എന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചതും. അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാധ്യമപ്രവർത്തകരോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വോയിസ് ക്ലിപ്പിന് പിന്നാലെ ഇത് താൻ മുൻപ് നൽകിയ വോയിസ് ക്ലിപ്പാണെന്നും അന്ന് പലരെയും പേടിച്ചിട്ടാണ് വെളിപ്പെടുത്തൽ നടത്താതിരുന്നതെന്നും അവന്തിക പറഞ്ഞു വെക്കുമ്പോൾ മനഃപൂർവ്വം രാഹുലിനെ കുടുക്കിലാക്കാനുള്ള ശ്രമമായിരുന്നു ഇതെന്ന് വ്യക്തമാകുന്നുണ്ട്. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ടെങ്കിലും ചില നേതാക്കൾ ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ കോൺഗ്രസിനെ ഉൾപ്പെടെ താറടിച്ച് കാണിക്കാനുള്ള മാർഗമായി കാണുന്നുവെന്നും BJPക്കും ഇടതുപക്ഷത്തിനും ഇതിന് എന്താണ് യോഗ്യതയെന്നും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ ഉൾപ്പെടെ ചോദ്യമുയർത്തുന്നുണ്ട്. രാഹുലിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങളാണ് ഇതെന്ന് പാർട്ടിക്ക് മുഴുവനും അറിയാമെങ്കിലും സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ സസ്പെൻഷൻ എന്ന തീരുമാനം പാർട്ടി കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ രാജി സ്വപ്നം കാണുന്ന ഇടതുപക്ഷത്ത് നിന്നുൾപ്പെടെ ഉള്ളവർക്ക് ഇതെന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാകും. എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ പരാതി എത്തിയിട്ടില്ലെങ്കിലും കുറ്റം തെളിയും മുന്നേ സസ്പെൻഷൻ എന്നത് രാഹുലിന് തന്റെ പാർട്ടി ജീവിതത്തിൽ തന്നെ ഒരു കുരുക്കായി മാറിയേക്കും.